ഒന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി. രണ്ടും നാലുമാണ് ശരിയായ പ്രസ്താവന. 2. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചു സൈന്യത്തെ പരാജയപ്പെടുത്തി. 4. ഡച്ച് ഗവർണർ ആയിരുന്ന വാൻറീഡിന്റെ നേതൃത്വത്തിലാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചത്. ഈ രണ്ട് പ്രസ്താവനകളുമാണ് ശരിയായ പ്രസ്താവന. ഇവിടെ തെറ്റിയ പ്രസ്താവനകൾ നോക്കാം. കുളച്ചൽ യുദ്ധം നടന്നത് 1748 എന്നാണ് തന്നിരിക്കുന്നത്. ശരിയായത് 1741 കുളച്ചൽ യുദ്ധം നടന്നത്. കേരളത്തിൽ ആദ്യമായി എത്തിയ വിദേശ ശക്തി അറബികളായിരുന്നു, ഡച്ചുകാരല്ല, അറബികളായിരുന്നു. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് 10. മാർത്താണ്ഡവർമ്മയ്ക്ക് മുമ്പ് കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ഡിലനോയി. വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ഡിലനോയിയാണ്. ഇന്ത്യയിൽ ആദ്യമായി എത്തിയ വിദേശികൾ അറബികളാണ്. ഇന്ത്യയിൽ ആദ്യമായി എത്തിയ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ കടൽമാർഗം എത്തിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഇദ്ദേഹം ഏത് സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത്? ആൻസർ ഓപ്ഷൻ സി, അമരാവതി. കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക വനിത എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയാണ്. അത് കൽക്കട്ട സമ്മേളനമാണ്. ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായ ഏക സമ്മേളനം ബെൽഗാം സമ്മേളനം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി. 2ഉം 3ഉം പ്രസ്താവനകളാണ് തെറ്റായത്. ശരിയായവ 1ഉം 4ഉമാണ് ശരിയായത്. ശരിയായ പ്രസ്താവനകൾ ഏതാണെന്ന് നോക്കാം. 1. ഇദ്ദേഹം ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നു. 4. ഇദ്ദേഹം ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു. ഇതാണ് APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഇതിൽ തെറ്റായത് നോക്കാം. തമിഴ്നാട്ടിലെ കുംഭകോണത്തിൽ ജനിച്ചു എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് തെറ്റാണ്. രാമേശ്വരത്താണ് APJ അബ്ദുൽ കലാം ജനിച്ചത്. ഇദ്ദേഹം അഗ്നിസാക്ഷി എന്ന ഗ്രന്ഥം എഴുതി. അത് തെറ്റാണ്. അഗ്നിച്ചിറകുകളാണ് APJ അബ്ദുൽ കലാം എഴുതിയ പുസ്തകം. നാലാമത്തെ ക്വസ്റ്റ്യൻ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ ഡി, VP മേനോൻ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ ഓപ്ഷൻ ബി, റൂസോ. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം 1789. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നതാണ് ഫ്രഞ്ച് വിപ്ലവം. വിപ്ലവകാലത്ത് ഫ്രാൻസിലെ ഭരണാധികാരിയായിരുന്നത് ലൂയി 16 ഫ്രഞ്ച് വിപ്ലവത്തിന് ആരംഭമായി കണക്കാക്കുന്നത് ബാസ്റ്റിൻ ജയിലിന്റെ തകർച്ച. ഫ്രഞ്ച് വിപ്ലവത്തിന് ഉത്തേജനം നൽകിയ ചിന്തകന്മാരാണ് റൂസോ, വോൾട്ടയർ, മോണ്ടസ്ക്യൂ. ആറാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആര്? ആൻസർ ഓപ്ഷൻ ഡി, അഡ്വക്കേറ്റ് K. രാജൻ. മന്ത്രിമാരെ വകുപ്പുകളും നോക്കാം. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി, ജലവിഭവം റോഷി അഗസ്റ്റിൻ, വൈദ്യുതി K. കൃഷ്ണൻകുട്ടി, വനം വന്യജീവി AK ശശീന്ദ്രൻ, രജിസ്ട്രേഷൻ രാമചന്ദ്രൻ കടന്നപ്പള്ളി, ഗതാഗതം KB ഗണേഷ് കുമാർ, കായികം V. അബ്ദുറഹ്മാൻ, ഭക്ഷ്യപൊതുവിതരണം GR അനിൽ, ധനകാര്യം KN ബാലഗോപാൽ, ഉന്നത വിദ്യാഭ്യാസം R. ബിന്ദു, ക്ഷീരവികസനം J. ചിഞ്ചുറാണി, പൊതുമരാമത്ത് PA മുഹമ്മദ് റിയാസ്, കൃഷി P. പ്രസാദ്, പിന്നോക്കക്ഷേമം OR കേളു, വ്യവസായം P. രാജീവ്, തുറമുഖം VN വാസവൻ, ആരോഗ്യം വീണ ജോർജ്, സാംസ്കാരികം സജി ചെറിയാൻ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, പ്രസ്താവന 1, സമമർദ്ദ രേഖകൾ തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ മർദ്ദചെരിവ് കൂടുതലായിരിക്കും. പ്രസ്താവന 2, മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ബി, പ്രസ്താവന 2 ശരിയായത്. പ്രസ്താവന 1 തെറ്റാണ്. പ്രസ്താവന 2, മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്നും ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും
കൊറിയോലിസ് ബലം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ശരിയായ പ്രസ്താവന. 8ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ കൂടുതലായി അനുവർത്തിച്ചു വരുന്ന കാർഷിക സമ്പ്രദായം. ആൻസർ ഓപ്ഷൻ എ തീവ്ര ഉപജീവന കൃഷി. 9ാമത്തെ ക്വസ്റ്റ്യൻ, തെക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരസമുദ്രത്തിൽ ഉയർന്ന മഴ ലഭിക്കാൻ കാരണമാകുന്നതുമായ ഉച്ചമർദ്ദ മേഖല. ആൻസർ ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ സി മസ്കറേനെ ഹൈ ആണ് ശരിയായ ഉത്തരം. ഇപ്പൊ സൊമാലി ജെറ്റ് എന്താണെന്ന് നോക്കാം. ഇന്ത്യൻ മൺസൂണിലും ദക്ഷിണേന്ത്യൻ മൺസൂണിലും ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ലോ ലെവൽ വിൻഡ് സിസ്റ്റമാണ് സൊമാലി ജെറ്റ്. എൽ നിനോ, ലാനിന എന്നിവ സൊമാലി ജെറ്റുമായി ബന്ധപ്പെട്ടതാണ്. ടിബറ്റൻ ഹൈ എന്ന് പറഞ്ഞാൽ മൺസൂൺ കാലത്ത് ടിബറ്റൻ പീഠഭൂമിയിൽ രൂപം കൊള്ളുന്ന ആന്റി സൈക്ലോൺ ആണ് ടിബറ്റൻ ഹൈ. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഉപദ്വീപീയ ഇന്ത്യൻ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്നവയെയും പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയെയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകം ഏത്? ആൻസർ ഓപ്ഷൻ എ പശ്ചിമഘട്ടം. ഇന്ത്യയുടെ മഹത്തായ എസ്കാർപ്മെന്റ് എന്ന് വിളിക്കുന്നത് പശ്ചിമഘട്ടത്തെയാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. തെറ്റായ പ്രസ്താവനയാണ്. അപ്പൊ ഇതെല്ലാം ശരിയായ പ്രസ്താവനയാണ്. ഹിമാലയൻ പർവ്വതവുമായി ശരിയായ പ്രസ്താവനയാണ് തന്നിരിക്കുന്നത്. വലനം കാരണം, അതായത് ഫോൾഡിംഗ് കാരണം രൂപീകരിക്കപ്പെട്ട മടക്ക് പർവ്വതനിര, താരതമ്യേന പ്രായം കുറഞ്ഞ പർവ്വതനിര, സംയോജക സീമയിൽ രൂപം കൊണ്ടത് എന്നുള്ളത് ശരിയായ പ്രസ്താവനകളാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയാവഹമായ ഭൂപട നിർമ്മാണ ചരിത്രം വിവരിക്കുന്ന ഭൗമചാപം ഇന്ത്യൻ ഭൂപട നിർമ്മാണത്തിന്റെ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്? ആൻസർ ഓപ്ഷൻ ബി CS മീനാക്ഷി. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. അതായത് ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു. ഹരിത വിപ്ലവം ധനിക കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിച്ചു. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്നത് MP സിംഗ് ആണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്തെ കേന്ദ്ര കൃഷി മന്ത്രി C സുബ്രഹ്മണ്യമായിരുന്നു. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? ആൻസർ ഓപ്ഷൻ ബി 1950. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നാണ്. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദി. 15ാമത്തെ ക്വസ്റ്റ്യൻ, WTO നിലവിൽ വന്ന വർഷം? ആൻസർ ഓപ്ഷൻ ബി 1995. 16ാമത്തെ ക്വസ്റ്റ്യൻ, ലോക ബാങ്കിന്റെ മറ്റൊരു പേര്? ആൻസർ ഓപ്ഷൻ എ IBRD. ലോകബാങ്ക് നിലവിൽ വന്നത് 1944 ഡിസംബർ 27-നാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ 1991-ലെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാൻ ഉണ്ടായ കാരണങ്ങൾ? ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. അതായത് ഗൾഫ് യുദ്ധം, വിദേശ നാണയ കരുതൽ ശേഖരത്തിന്റെ കുറവ്, ഉയർന്ന ഫിസ്ക്കൽ കമ്മി, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ?
സഞ്ജയ് മൽഹോത്രയാണ്. 25ാമത്തെ ഗവർണറായിരുന്നു ശക്തികാന്ത ദാസ്. 24ാമത്തെ ഗവർണർ ഊർജിത് പട്ടേൽ. ഇപ്പോഴത്തെ ഗവർണർ സഞ്ജയ് മൽഹോത്ര. 19ാമത്തെ ക്വസ്റ്റ്യൻ, 2022-23 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആര്? ആൻസർ ഓപ്ഷൻ എ നിർമ്മല സീതാരാമൻ. 20ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. 21 ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ആൻസർ ഓപ്ഷൻ എ 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവന. 1 മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. 2 നിർദ്ദേശിക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. അമേരിക്കയിൽ നിന്ന് കടമെടുത്തവയാണ് ആമുഖം, ജുഡീഷ്യൽ റിവ്യൂ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, ലിഖിത ഭരണഘടന, ഇംപീച്ച്മെന്റ്. റഷ്യയിൽ നിന്ന് കടമെടുത്തവയാണ് മൗലിക കടമകൾ, പഞ്ചവത്സര പദ്ധതികൾ. ബ്രിട്ടനിൽ നിന്നും കടമെടുത്തത് ഏക പൗരത്വം, പാർലമെന്ററി ജനാധിപത്യം, നിയമവാഴ്ച, ക്യാബിനറ്റ് സമ്പ്രദായം, റിട്ടുകൾ. കാനഡയിൽ നിന്നും കടം കൊണ്ടതാണ് ഫെഡറൽ സംവിധാനം, യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകൾ, അവശിഷ്ടാധികാരം, സംസ്ഥാന ഗവർണർമാരുടെ നിയമനം. ഓസ്ട്രേലിയയിൽ നിന്ന് കടം കൊണ്ടത് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം, കൺകറന്റ് ലിസ്റ്റ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് ഭരണഘടനാ ഭേദഗതി. ഫ്രാൻസിൽ നിന്ന് റിപ്പബ്ലിക്, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. 22ാമത്തെ ക്വസ്റ്റ്യൻ, റിട്ടുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ബി 1 മാത്രമാണ് ശരിയായ പ്രസ്താവന. 1 സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ എന്നതാണ് ശരിയായത്. മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ. റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് അനുച്ഛേദം 32 പ്രകാരവും ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് അനുച്ഛേദം 226 പ്രകാരവുമാണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. 1 കമ്മീഷന് ശിക്ഷ വിധിക്കാനുള്ള അധികാരമില്ല. 2 ഗവൺമെന്റിനോട് ശുപാർശ ചെയ്യാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ. 3 കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിക്കാൻ കോടതിയോട് ശുപാർശ നൽകാം. 24ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. 25 ചുവടെ ചേർക്കുന്നവയിൽ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി 1ഉം 2ഉം നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുന്ന പ്രസ്താവനകളാണ്. അതായത് ഏക പൗരത്വ നിയമം, അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക. 26ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ബി 2ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. 2 ഇലക്ടറൽ കോളേജ് ആണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങൾ ഇലക്ടറൽ കോളേജിൽ അംഗങ്ങളല്ല എന്നുള്ളതാണ് ശരിയായ പ്രസ്താവന. രാജ്യസഭയുടെ അധ്യക്ഷനാണ് ഉപരാഷ്ട്രപതി. ഉപരാഷ്ട്രപതിയാകാൻ വേണ്ട കുറഞ്ഞ പ്രായം 35 വയസ്സ്. ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 63. ഉപരാഷ്ട്രപതിയുടെ ഭരണ കാലാവധി 5 വർഷമാണ്. 27ാമത്തെ ക്വസ്റ്റ്യൻ, കോടതികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോവ്. 1 ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയെയാണ്. 2 കീഴ്ക്കോടതികൾ സിവിൽ, ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ പരിഗണിക്കുന്നു. 3 സുപ്രീം കോടതിക്ക് പ്രസിഡന്റിന് ഉപദേശം നൽകാം. 28ാമത്തെ ക്വസ്റ്റ്യൻ, കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി
ഒന്നും രണ്ടുമാണ് കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. 1 വിദേശകാര്യം, 2 പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്. 29ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ആൻസർ ഓപ്ഷൻ എ, ഓൾ ഓഫ് ദി എബോവ്. പൊതുജനാരോഗ്യം സംസ്ഥാന ലിസ്റ്റിലെ ഒരു വിഷയമാണ്. വനം കൺകറന്റ് ലിസ്റ്റിലെ വിഷയമാണ്. സൈബർ നിയമങ്ങൾ അവശിഷ്ടാധികാരങ്ങൾ വരുന്നതാണ്. ഇത് മൂന്നും ശരിയായ പ്രസ്താവനയാണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ ചേർക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ എ, 2ഉം 3ഉമാണ് ശരിയായത്. 2 74ാം ഭേദഗതിയിലൂടെ നഗരപാലിക സമ്പ്രദായം കൊണ്ടുവന്നു. 3 അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി 42ാം ഭേദഗതിയാണ്. 1976 നിലവിൽ വന്ന 42ാം ഭേദഗതിയാണ് ചെറു ഭരണഘടന. 31ാമത്തെ ക്വസ്റ്റ്യൻ. കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി, ഒന്നും രണ്ടുമാണ് ശരിയായ പ്രസ്താവന. 1 ചെയർപേഴ്സൺ ശ്രീമതി സതീ ദേവിയാണ്. 2 സ്ത്രീകൾക്ക് ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പു നൽകാനാണ് കമ്മീഷൻ രൂപീകൃതമായത്. കേരള വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1996 മാർച്ച് 14-നാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. സംസ്ഥാന വനിതാ കമ്മീഷൻ ഔദ്യോഗിക പ്രസിദ്ധീകരണമാണ് സ്ത്രീ ശക്തി. 32ാമത്തെ ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി, ഒന്നും 3ഉമാണ് ശരിയായ പ്രസ്താവന. 1 എ ഷാജഹാനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. 3 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നു. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3-നാണ്. അതിന്റെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. 33ാമത്തെ ക്വസ്റ്റ്യൻ. മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ്. 1 11 മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത്. 2 അനുച്ഛേദം 51A-യിലാണ് കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നത്. 3 ഭരണഘടനയിലെ ഭാഗം 4A-യിൽ കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഈ 3 പ്രസ്താവനകളും ശരിയാണ്. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്ത ഭേദഗതി 42ാം ഭേദഗതിയാണ്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. 34ാമത്തെ ക്വസ്റ്റ്യൻ. കോവിഡിനെതിരായി mRNA വാക്സിൻ വികസിപ്പിച്ചതിന് 2023 വൈദ്യശാസ്ത്ര നോബൽ നേടിയ വ്യക്തി ആര്? ആൻസർ ഓപ്ഷൻ ബി, കാറ്റലിൻ കാരിക്കോ. 35ാമത്തെ ക്വസ്റ്റ്യൻ. ചീറ്റ പദ്ധതിയുടെ ഭാഗമായി ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലെത്തിച്ച ചീറ്റകളെ ഏത് ദേശീയോദ്യാനത്തിലാണ് പുനരധിവസിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ സി, കൂനോ ദേശീയോദ്യാനം. കൂനോ ദേശീയോദ്യാനം മധ്യപ്രദേശിലാണ്. 36ാമത്തെ ക്വസ്റ്റ്യൻ. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ്. ആൻസർ ഓപ്ഷൻ എ, ശലഭം. 18 വയസ്സിന് താഴെയുള്ള ജന്മനാ ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന ദേശീയ ആരോഗ്യ മിഷന്റെ ഭാഗമായ പദ്ധതിയാണ് ഹൃദ്യം. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം. വൃക്കരോഗം, ഹൃദ്രോഗം, ഹീമോഫീലിയ, സെറിബ്രൽ പാൾസി, തലാസീമിയ, സിക്കിൾ സെൽ അനീമിയ തുടങ്ങിയ മാരക രോഗങ്ങൾ ബാധിച്ച് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം. 37ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാത്ത ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി, തൈമോസിൻ, തൈറോക്സിൻ.
എന്നുള്ളതാണ് പരസ്പര വിരുദ്ധമായത്. 38ാമത്തെ ക്വസ്റ്റ്യൻ, കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം. ആൻസർ ഓപ്ഷൻ ഡി, ഹൃദയാഘാതം. 39, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ജീവകം B3യുടെ അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര. ആദ്യത്തെ ഓപ്ഷൻ ജീവകം ADCK എന്നിവയാണ് കൊഴുപ്പിൽ ലയിക്കുന്നവ എന്നുള്ളത് തെറ്റാണ്. ADEK ആണ് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ. ADEK. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് ബിയും സിയും. അടുത്ത 40ാമത്തെ ക്വസ്റ്റ്യൻ, മന്ദരോഗം ഉണ്ടാക്കുന്ന രോഗാണു ഏത്? ആൻസർ ഓപ്ഷൻ എ, ഫൈലേറിയൽ വിര. 41ാമത്തെ ക്വസ്റ്റ്യൻ, എൻസൈമുകളില്ലാത്ത ദഹനരസം. ആൻസർ ഓപ്ഷൻ ഡി, പിത്തരസം. 42ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ദൂരത്തിന്റെ യൂണിറ്റ് ഏത്? ആൻസർ ഓപ്ഷൻ സി, 1ഉം 2ഉം മാത്രം. 1 മീറ്റർ, 2 പ്രകാശവർഷം. 43ാമത്തെ ക്വസ്റ്റ്യൻ, മഴവിൽ ഉണ്ടാകുന്നതിന് കാരണം എന്ത്? ആൻസർ ഓപ്ഷൻ സി, പ്രകാശ പ്രകീർണനം. 44ാമത്തെ ക്വസ്റ്റ്യൻ, മണ്ണെണ്ണയുടെ സാന്ദ്രത 810 kg/m³ ആണെങ്കിൽ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എത്ര? ആൻസർ ഓപ്ഷൻ എ, 0.810. ആപേക്ഷിക സാന്ദ്രത കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് പദാർത്ഥത്തിന്റെ സാന്ദ്രത ഡിവൈഡഡ് ബൈ ജലത്തിന്റെ സാന്ദ്രത. അതായത് 810 ഡിവൈഡഡ് ബൈ 1000 ചെയ്താലാണ് ഉത്തരം കിട്ടുക. 45ാമത്തെ ക്വസ്റ്റ്യൻ, ആദിത്യ L1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, PSLV C-57. സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യ ദൗത്യമാണ് ആദിത്യ L1. വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2-ന്. 46ാമത്തെ ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 3 ദൗത്യത്തിലെ ലൂണാർ റോവറിന്റെ പേര് എന്ത്? ആൻസർ ഓപ്ഷൻ ബി, പ്രഗ്യാൻ. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ലാൻഡറിന്റെ പേര് വിക്രം. 47ാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് കേവല പൂജ്യം ഊഷ്മാവ്? ആൻസർ ഓപ്ഷൻ സി, -273 ഡിഗ്രി സെൽഷ്യസ്. 48ാമത്തെ ക്വസ്റ്റ്യൻ, S ബ്ലോക്ക് P ബ്ലോക്ക് മൂലകങ്ങളെ ചേർത്ത് പറയുന്ന പേര്? ആൻസർ ഓപ്ഷൻ ബി, പ്രാതിനിധ്യ മൂലകങ്ങൾ. 49ാമത്തെ ക്വസ്റ്റ്യൻ, ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം? ആൻസർ ഓപ്ഷൻ ഡി, ഹൈഡ്രജൻ. എല്ലാ ആസിഡുകളിലും ഉള്ള പൊതു ഘടകമാണ് ഹൈഡ്രജൻ. 50ാമത്തെ ക്വസ്റ്റ്യൻ, പുതുതായി കണ്ടുപിടിച്ച കാർബണിന്റെ രൂപാന്തരത്വം? ആൻസർ ഓപ്ഷൻ ബി, കാർബൺ നാനോ ബഡുകൾ. ഏറ്റവും കൂടുതൽ രൂപാന്തരത്വം പ്രകടിപ്പിക്കുന്ന മൂലകമാണ് കാർബൺ. കാർബണിന്റെ രൂപാന്തരത്തിന് കാരണം കാറ്റിനേഷൻ. കാർബണിന്റെ വിവിധ രൂപാന്തരങ്ങളാണ് വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, ഗ്രാഫീൻ, അമോർഫസ് കാർബൺ. 51ാമത്തെ ക്വസ്റ്റ്യൻ, ഇവരിൽ ആർക്കാണ് 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ എ, മൗങ്കി ജി ബവൻഡെ, ലൂയിസ് ബ്രസ്, അലക്സിയേക്കി മോവ്. 52ാമത്തെ ക്വസ്റ്റ്യൻ, ഉചിതമായത് ചേർത്തെഴുതുക. ആൻസർ ഓപ്ഷൻ ഡി, അതായത് താൻ നിരന്തരം ചെയ്യുന്ന ദുഷ്കൃതം അന്യരനുഭവിച്ചിടുകെന്നേ വരൂ എന്നുള്ളത് KR ടോണി.
ഒരു വേള പഴക്കമേറിയാൽ ഈ നാറ്റവും നമുക്ക് സുഗന്ധമായി വരാം. പി രാമചന്ദ്രൻ. മഴക്കാലമാണ് മറക്കേണ്ട കുഞ്ഞെ, മനസ്സീർപ്പാർന്ന് മഹാരോഗമൊന്നും വരുത്തേണ്ട കുഞ്ഞെ. അൻവർ അലി. സന്തോഷമായി ഗോപിയേട്ടാ, സന്തോഷമായി. ഭഗവാൻ പറഞ്ഞതാണ് ശരി, സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കാനിരിക്കുന്നത് നല്ലതിന്. OP സുരേഷ്. 53-ാമത്തെ ക്വസ്റ്റ്യൻ. ആത്മവിദ്യാ സംഘവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തെരഞ്ഞെടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ എ. 1ഉം 3ഉം ശരിയാണ്. 1 ഊരാളുങ്കൽ ഐക്യനാണയ സംഘം ആരംഭിച്ചു. 3 അഭിനവ കേരളം മുഖപത്രം തുടങ്ങി. ആത്മവിദ്യാ സംഘത്തിന്റെ സ്ഥാപകൻ വാഗ്ഭടാനന്ദൻ. 1917-ലാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്. ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രമാണ് അഭിനവ കേരളം. 54-ാമത്തെ ക്വസ്റ്റ്യൻ. ചെസ് കളിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി. 2ഉം 4ഉം ശരിയാണ്. 2 കാസ്ലിംഗ്, 4 സ്റ്റേൽമേറ്റ്. 55-ാമത്തെ ക്വസ്റ്റ്യൻ. കാളിദാരിക യുദ്ധം പ്രമേയമായ പ്രാചീന കലാരൂപം. ആൻസർ ഓപ്ഷൻ ബി. മുടിയേറ്റ്. 56-ാമത്തെ ക്വസ്റ്റ്യൻ. കാലക്രമം അനുസരിച്ച് എഴുതുക. ആൻസർ ഓപ്ഷൻ സി. രാജസമാചാരം, പശ്ചിമോദയം, പശ്ചിമതാരക, കേരളമിത്ര. സമാചാരം സ്ഥാപിച്ചത് 1847 ജൂണിനാണ്. പശ്ചിമോദയം 1847 ഒക്ടോബറിനാണ്. കേരളത്തിലെ ആദ്യ ഇംഗ്ലീഷ് പത്രമായ പശ്ചിമതാരിക 1860. കേരളമിത്രം 1865. 57-ാമത്തെ ക്വസ്റ്റ്യൻ. കേരള സർക്കാർ നടപ്പിലാക്കുന്ന സ്നേഹപൂർവം പദ്ധതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. ആൻസർ ഓപ്ഷൻ ഡി. മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്നയാൾക്ക് ആരോഗ്യപരമായും സാമ്പത്തികപരമായും കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരം കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ ഡിഗ്രി തലം വരെ ധനസഹായം നൽകുന്ന പദ്ധതി. 58. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ ഡി. കേരളശ്രീ, വൈക്കം വിജയലക്ഷ്മി. കേരളപ്രഭ, ഓംചേരി NN പിള്ള. കേരളജ്യോതി, MT വാസുദേവൻ നായർ. പത്മശ്രീ, ചെറുവയൽ രാമൻ. അൻപത്തിയൊൻപതാമത്തെ ക്വസ്റ്റ്യൻ. കമ്പ്യൂട്ടറിന്റെ ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി. മൈക്രോഫോൺ. PDF-ന്റെ പൂർണ്ണരൂപം. ഓപ്ഷൻ സി. പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ്. IT ആക്ട് 2000 പ്രകാരം അനുവദനീയമല്ലാത്തത് ഏത്? സോറി, ഇത് PSC ക്യാൻസൽഡ് ആണ്. 62. താഴെ തന്നിട്ടുള്ളവയിൽ വെബ് ബ്രൗസറിന് ഉദാഹരണം ഏത്? ആൻസർ ഓപ്ഷൻ എ. സഫാരി. 63. ഗൂഗിളിന്റെ പുതിയ AI സംവിധാനം. ജെമിനി. മൈക്രോസോഫ്റ്റിന്റെ AI സംവിധാനമാണ് ChatGPT.
64-ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു സ്ത്രീയുടെ നഗ്നചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് കുറ്റകൃത്യമാണ്? ആൻസർ ഓപ്ഷൻ എ, വോയൂറിസം. 65-ാമത്തെ ക്വസ്റ്റ്യൻ. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷന്റെ അധികാര പരിധി എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി, 50 ലക്ഷം. 50 ലക്ഷം രൂപ വരെ. 66-ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. 67. പട്ടികജാതി വിഭാഗത്തിൽ പെടുന്ന ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവിൽ നിന്ന് പ്രസ്തുത വ്യക്തിയുടെ പൂർണ്ണ സമ്മതമില്ലാതെ പുറത്താക്കിയാൽ ലഭിക്കാവുന്ന ശിക്ഷ? ആൻസർ ഓപ്ഷൻ ബി, 6 മാസം മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷ. 68-ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന അംഗങ്ങൾ എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി, 5. 69. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അതായത് 1, 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നു. 2, 18 വയസ്സിന് താഴെ പ്രായം വരുന്ന ആൺകുട്ടികൾക്ക് സംരക്ഷണം ഉറപ്പാക്കുന്നു. 70-ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കാവുന്ന വിവരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ.